ഹായ് ഡോക്ടർ. ഡോക്ടർ, കിംസൈറ്റിൽ ഇപ്പോൾ ഡേ കെയർ സർജറികൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ ഡേ കെയർ സർജറി കൊണ്ട് രോഗികൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ? ഓക്കെ, ഡേ കെയർ സർജറീസ് എന്ന് പറഞ്ഞാൽ രാവിലെ പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റായി ഡേ ടൈമിൽ സർജറി ചെയ്തിട്ട് രാത്രിയാവുന്നതിന് മുമ്പ് പേഷ്യൻ്റ് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് ഈ ഡേ കെയർ സർജറീസ് എന്ന് പറയും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഒന്നെങ്കിൽ ഓഫീസ് ജോബ്സ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓഫീസിലായാലും വീട്ടിലായാലും ചിലപ്പോൾ കുട്ടികളുണ്ടാവും, ഫുഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പണ്ട് 4-5 ദിവസം കൊണ്ട് നടന്നിരുന്ന സർജറീസ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നടക്കുമ്പോൾ ഒരു 24 hours പോലും ഈ ആൾക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടി വരുന്നില്ല. മിക്കവാറുമുള്ള 95% ഡേ കെയർ സർജറീസിനും പിറ്റേ ദിവസം തന്നെ ഇവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അവരുടെ ജോലിക്ക് പോകാം, അല്ലെങ്കിൽ അവരുടെ റൊട്ടീനിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു രീതിയിൽ ഈ സർജറി കാരണം ഒരു ലൈഫിൻ്റെ ഒരു ബാലൻസിന് പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എക്കണോമിക്കലി ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ പണ്ട് നമ്മൾ 4-5 ദിവസമൊക്കെ നമ്മൾ ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. രാവിലെ വന്ന് വൈകിട്ട് പോകുമ്പോഴത്തേക്കും ആ ചിലവ് ഗണ്യമായിട്ട് കുറയും. മൂന്നാമത്തെ കാര്യം, ഇത് നമ്മൾ ആശുപത്രിയിൽ താമസിക്കാൻ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമല്ല. കാരണം ഇതൊരു ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റാണ്, കുറേ അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആശുപത്രി വാസം വളരെയേറെ കുറയുമ്പോൾ പേഷ്യൻറ്റിനുണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാകുകയും ചെയ്യും. പിന്നെ നാലാമത്തെ വേറൊരു അഡ്വാൻറ്റേജ്, മോസ്റ്റ് ഓഫ് ദ ഡേ കെയർ സർജറീസ് ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യയിലാണ്. അപ്പോൾ സ്പൈനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യ നിൽക്കട്ടെ, സ്പൈനൽ അനസ്തീഷ്യയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കും പേഷ്യൻറ്റിന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. ജനറൽ അനസ്തീഷ്യ, സെഡേഷൻ അല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ തിരിച്ച് മറ്റേ നോർമൽ ആക്ടിവിറ്റീസ് റിസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു മാറ്റമാണ്. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. 4-5 ദിവസമൊക്കെ നമ്മൾ ചിലവഴിച്ചിരുന്ന ഒരുപാട് പ്രിപ്പറേഷൻസോടുകൂടി ആശുപത്രിയിൽ വന്ന് താമസിച്ച് തിരിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ നിന്നും മാറി ഒരു ദിവസം രാവിലെ വെറുതെ വരുന്നു, സർജറി ചെയ്യുന്നു, വൈകിട്ട് ഡിസ്ചാർജ് ആയിട്ട് തിരിച്ചു പോകുന്നു. ഇതാണ് ഡേ കെയർ സർജറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.